അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ അധ്യാപകരെ, സഹപാഠികളെ, മാതാപിതാക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശനങ്ങളെ അതിജീവിച്ച പ്രവാചകൻ എന്ന വിഷയത്തിലാണ്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ മഹാന്മാരും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുകയും അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതുമായ ഒരു വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞത് വളരെ ലളിതമായ വാക്കുകളായിരുന്നു, സന്ദേശങ്ങളായിരുന്നു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അനീതിയെ ഉപേക്ഷിക്കുക, നല്ല സ്വഭാവം ജീവിതത്തിൽ പാലിക്കുക. ഈ സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത വിമർശനങ്ങൾ നേരിട്ടത്. ഇതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, വലഖദ് ഇസ്തഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന മിൻ ഖബ്ലികും വസഖറ മിൻകും മാ ലഹും യസ്തഹ്സിഊൻ. നിനക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ അവർ വിമർശിച്ചവർക്ക് അതിൻ്റെ ഫലം തന്നെ അനുഭവിക്കേണ്ടി വന്നു. സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി പ്രതികാരമല്ല, ക്ഷമയും സഹനവുമാണ്. ത്വായിഫിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്കെതിരെ കല്ലെറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തിൽ നിന്ന് രക്തമൊഴുകിയപ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചില്ല. നേരെ മറിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെപ്പറ്റി ഖുർആൻ പറയുന്നു, നീ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ് നീ അവരോട് സൗമ്യനായത്. നീ കഠിനനും കടുപ്പമുള്ള ഹൃദയമുള്ളവനുമാണെങ്കിൽ അവർ നിന്നിൽ നിന്ന് അകന്നു പോയേനെ. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി എന്നത് വളരെ നല്ല വഴിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശക്തി അത് കരുണയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മാതൃകാ സമൂഹം നിർമ്മിച്ചു. മാതൃകാ സമൂഹം നിർമ്മിക്കുകയും അതിൽ മുസ്ലിങ്ങൾക്കും മുസ്ലിം അല്ലാത്തവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചവർക്കും എല്ലാം നീതി നടപ്പിലാക്കി. സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകി, ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്തു. അതിലൂടെ എല്ലാ വിമർശനങ്ങളും മൗനമായി നമുക്കെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതിനെ മറികടക്കാനുള്ള കരുത്ത് അല്ലാഹു നമ്മിൽ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.